വളരെ വർഷങ്ങളായി തെരഞ്ഞെടുപ്പ് പരിശീലന പരിപാടിയിൽ ക്ലാസുകൾ എടുത്തിട്ടുള്ള വളരെയധികം പ്രൊഫഷണലായിട്ടുള്ള ശ്രീ MS നിയാസ് സർ, അതുപോലെ തന്നെ അമ്പലപ്പുഴ താലൂക്കിലെ സീനിയർ ക്ലർക്കും ജില്ലാതല ട്രെയിനിയുമായ ശ്രീ സുധീർ പി, നിരവധിയായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ നമ്മൾ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് മുനിസിപ്പാലിറ്റി ആയതിനാൽ ഒരു കൺട്രോൾ യൂണിറ്റും പിന്നെ ഒരു ബാലറ്റ് യൂണിറ്റും ഉപയോഗിച്ച് നടത്താവുന്ന കമ്മീഷനിംഗ് ആണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ടേബിളിലേക്ക് എത്തിച്ചേരുന്ന ആ കൺട്രോൾ യൂണിറ്റ് എന്നുള്ളത് ഇത്തരത്തിലുള്ള ബോക്സുകളിലായിക്കൊണ്ടാണ്. ഈ ബോക്സ് നമ്മുടെ ടേബിളിൽ എത്തിക്കഴിയുമ്പോൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സ്റ്റിക്കർ മുഖാന്തരം രേഖപ്പെടുത്തിയിട്ടുള്ള സീരിയൽ നമ്പർ, ആ സീരിയൽ നമ്പർ തന്നെയാണോ കൺട്രോൾ യൂണിറ്റിന്റെ ബാക്ക് സൈഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നൊന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ബാലറ്റ് യൂണിറ്റ് വന്നു കഴിയുമ്പോൾ ബാലറ്റ് യൂണിറ്റിന്റെ ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സീരിയൽ നമ്പർ തന്നെയാണോ ബാലറ്റ് യൂണിറ്റിന്റെ ബാക്ക് സൈഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ചെക്ക് ചെയ്യാം. ഇനി കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും ബോക്സും എങ്ങനെ തുറക്കണം? നമുക്ക് അഭിമുഖമായി ഈ പെട്ടി വെച്ചുകൊണ്ട് അതിൻ്റെ ഈ പിടിക്ക്, ഈ ഹോൾഡ് ചെയ്യുന്ന പിടിയുടെ ഇരുവശങ്ങളിലുള്ള രണ്ട് ലാച്ചുകൾ നമ്മുടെ ഭാഗത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഈ പെട്ടി തുറക്കാൻ കഴിയും. തുറന്നു കഴിഞ്ഞാൽ അതിനുള്ളിൽ നിന്നും നമുക്ക് ഈ കൺട്രോൾ യൂണിറ്റ് ലഭിക്കും. ഈ കൺട്രോൾ യൂണിറ്റിന്റെ ഏറ്റവും മുകളിലെ ഡിസ്പ്ലേ പാനൽ, രണ്ട് ലൈറ്റുകൾ, തൊട്ടു താഴെയുള്ള കാൻഡിഡേറ്റ് സെറ്റ് സെക്ഷൻ അല്ലെങ്കിൽ ബാറ്ററി സെക്ഷൻ. നമുക്ക് കമ്മീഷനിങ് ചെയ്യുന്നതിന് വേണ്ടി മനസ്സിലാക്കിയിരിക്കേണ്ട ഭാഗങ്ങൾ മാത്രമാണ് പറയുന്നത്. ഈ ഡിസ്പ്ലേ പാനലിന് തൊട്ടു താഴെ ഈ കാണുന്ന കളറിലുള്ള കാൻഡിഡേറ്റ് സെറ്റ് സെക്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ബാറ്ററി സെക്ഷൻ. ഈ ഭാഗം തുറക്കുന്നതിന് നമ്മുടെ ഈ തള്ളവൽ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒന്ന് പുള്ളി ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ തുറന്നു വരും. ഇത്തരത്തിലുള്ള ഒരു മെയിൻ ഡോറ് ഈ ബാറ്ററി സെക്ഷന്റെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ മറ്റൊരു ഡോറുണ്ട്, ഒരു ഇന്നർ ഡോർ. അത് തുറന്നു കഴിയുമ്പോൾ നമ്മൾക്ക് ഇവിടെ കാൻഡിഡേറ്റ് സെറ്റ് എന്നുള്ള ആ ഒരു ബട്ടൺ കാണാം. നമുക്ക് ലഭിക്കുമ്പോൾ ബാറ്ററി ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടാകില്ല. എല്ലാവരും കണ്ടിട്ടുള്ളതാണ് ബാറ്ററി. ഈ ബാറ്ററിയുടെ ഒരു വശത്ത് രണ്ട് പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള പോൾ, അത് പോളായിട്ട് അവിടെ ഉണ്ടാകും. ഈ കൺട്രോൾ യൂണിറ്റിന്റെ ഈ ബാറ്ററി ഇൻസേർട്ട് ചെയ്യുന്ന ഭാഗത്ത് രണ്ട് പിന്നുകൾ കാണാമല്ലോ. ഈ പിന്നുകൾ ഈ ബാറ്ററിയിലേക്ക് ഇൻസേർട്ട് ചെയ്താണ് ഈ ബാറ്ററിയുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാകുന്നത്. അപ്പോൾ നല്ല സീല് ചെയ്ത ബാറ്ററി ആയിരിക്കും. ആ സീലിന്റെ ഇവിടെ നോക്കിയ രണ്ട് ഹോളുകൾ കാണാം. ആ ഹോളുകൾ ഈ പിന്ന് പ്രവേശിക്കത്തക്ക തരത്തിൽ വെച്ച് പ്രസ് ചെയ്യുക. അപ്പൊ ഇത്തരത്തിൽ സീല് പൊട്ടിച്ചുകൊണ്ട് ഈ ബാറ്ററി ഇവിടെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ ജോലി നമ്മുടെ കഴിഞ്ഞു, ബാറ്ററി ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളത്. ബാറ്ററി ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് കാൻഡിഡേറ്റ് സെറ്റ് എന്ന് പറഞ്ഞ നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലിക്ക് വേണ്ടിയുള്ള ഈ ബട്ടൺ എന്തിനാണ് എന്ന് മനസ്സിലാക്കാം. നമ്മളിപ്പോൾ മുനിസിപ്പാലിറ്റിയിലെ ഏതാണ്ട് പകുതിയോളം വരുന്ന വാർഡുകളിലെ ബൂത്തുകളിലേക്ക് പോകുന്ന ബാലറ്റ് പേപ്പറുകളാണ് ഈ കമ്മീഷനിങ് ഈ മെഷീനുമായിട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ വാർഡിലും വ്യത്യസ്ത തരത്തിലായിരിക്കാം എണ്ണം സ്ഥാനാർത്ഥികളുടെ. 15 ഉണ്ടാകാം, 14 ഉണ്ടാകാം, 10 ഉണ്ടാകാം, 8 ഉണ്ടാകാം, 4 ഉണ്ടാകാം. ഏതായാലും ശരി, അതിനനുസൃതമായിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാൻ കഴിയും. അതിനുവേണ്ടി ഈ കാൻഡിഡേറ്റ് സെറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ നമ്മൾ ഉപയോഗിക്കുന്നു. ഈ കൺട്രോൾ യൂണിറ്റ് ബാലറ്റ് യൂണിറ്റുമായി കണക്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്കത് സെറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടി ഈ കൺട്രോൾ യൂണിറ്റിന്റെ ബാക്ക് സൈഡിലുള്ള ഈ പോർഷനിൽ കാണുന്ന ഡോർ, ഈ ഡോർ അതിന്റെ മിഡിൽ പോർഷനിൽ ഒന്ന് താഴേക്ക് പ്രസ് ചെയ്ത്
പുൾ ചെയ്താൽ വലിച്ചു കഴിഞ്ഞാൽ ഈ ഡോർ ഓപ്പൺ ആകും. ഈ ഡോർ തുറന്ന് ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ BU കണക്ടർ എന്ന് പറഞ്ഞ ഒരു സോക്കറ്റും DI കണക്ടർ എന്ന് പറഞ്ഞ ഒരു സോക്കറ്റും ഇവിടെ കാണാം. അതിൽ നമുക്ക് BU കണക്ടർ എന്ന് പറഞ്ഞ കണക്ടറുമായിട്ട് ബാലറ്റ് യൂണിറ്റിന്റെ കേബിളിന്റെ സോക്കറ്റ് കണക്ട് ചെയ്യണം. അതായത് ഇവിടെ ഈ കണക്ടറിൽ ഒരു പ്രത്യേകതയുണ്ട്. ഒരു വശത്ത് റെഡും ഒരു വശത്ത് ബ്ലാക്കും മാർക്ക് അവിടെ ഉണ്ട്, ആ കളറില്ല. അപ്പൊ ആ കളർ അനുസരിച്ച് തന്നെ ബാലറ്റ് യൂണിറ്റിന്റെ കേബിളിന്റെ ആ കണക്ടർ എടുത്ത് ഇതുമായിട്ട് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം, ഈ റെഡ് എന്നുള്ളത് റെഡിനോട് ചേരത്തക്ക തരത്തിലും ബ്ലാക്ക് എന്നുള്ളത് ബ്ലാക്കിനോട് ചേരത്തക്ക തരത്തിലുമായിരിക്കണം. കാരണം ഈ കണക്ടറിലും 9 പിന്നുകൾ ഉണ്ടാകും. മുകളിലത്തെ ലെയറിൽ 5 പിന്നാണെങ്കിൽ താഴത്തെ ലെയറിൽ 4 പിന്നായിരിക്കും. അപ്പൊ ആ ലെയറിന്റെ പിന്ന് കയറത്തക്ക രീതിയിലാണ് ഇവിടെയുള്ള ഈ സോക്കറ്റിലുള്ള 5 ഹോളുകളും 4 ഹോളുകളും മുകളിലും താഴെയുമായുള്ള ലെയറുകളിൽ കാണുന്നത്. അത് തെറ്റിക്കഴിഞ്ഞാൽ തിരിഞ്ഞു പോയാൽ ഒരു പല്ല് ഒരു പിന്ന് വളഞ്ഞു പോവുകയും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റാതാവുകയും ചെയ്യും. അപ്പൊ ഇനി ഇതിനോടൊപ്പം തന്നെ ആ ബാലറ്റ് യൂണിറ്റിന്റെ കൂടി പറഞ്ഞു തരാം. ഇത് പെട്ടിയാണെന്ന് നമുക്കറിയാം. ഈ പെട്ടിയിൽ നിന്നും നേരത്തെ പറഞ്ഞ രീതിയിൽ 2 ലാച്ചുകളും വലിച്ചുകൊണ്ട് പെട്ടി ഓപ്പൺ ചെയ്ത് ബാലറ്റ് യൂണിറ്റ് പുറത്തെടുക്കുന്നു. ബാലറ്റ് യൂണിറ്റിനോടൊപ്പം 5 മീറ്റർ നീളമുള്ള ഈ കേബിൾ ഉണ്ടായിരിക്കും. ഈ കേബിളിന്റെ അങ്ങേ തലയ്ക്കൽ, അതാണ് നേരത്തെ പറഞ്ഞ കേബിൾ ഇന്റർ കണക്റ്റിംഗ് കേബിളിന്റെ ഈ കണക്ടർ ഉള്ളത്, കൺട്രോൾ യൂണിറ്റുമായി കണക്ട് ചെയ്യുവാനുള്ളത്. നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ കൺട്രോൾ യൂണിറ്റിലെ കേബിൾ കണക്ട് ചെയ്യുന്ന ആ സോക്കറ്റിൽ എങ്ങനെയാണോ കളറുകൾ ഉള്ളത്, അതുപോലെ തന്നെ ഒരു വശത്ത് റെഡും ഒരു വശത്ത് ബ്ലാക്കുമായി ഉള്ള കളറാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് തെറ്റാതെ ആ റെഡിനോട് ചേരത്തക്ക തരത്തിൽ ഇത് കണക്ട് ചെയ്യാം. മറ്റൊന്ന്, ഇതിന്റെ ഒരു വശത്ത് ടോപ്പ് എന്ന് രേഖപ്പെടുത്തിയിരിക്കും, കാണാമല്ലോ. ഈ ടോപ്പ് നമ്മളിങ്ങനെ ഇത് മുകളിലാകത്തക്ക നിലയിലും നമ്മുടെ കൺട്രോൾ യൂണിറ്റ് നമ്മുടെ ടേബിളിൽ ഇങ്ങനെ കിടത്തിയിരിക്കുന്ന പൊസിഷനിലാണ് എങ്കിൽ ഇത്തരത്തിൽ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും. ടോപ്പ് എന്ന പൊസിഷനിലും ഈ കൺട്രോൾ യൂണിറ്റിലെ കിടത്തിയിരിക്കുന്ന ആ പൊസിഷനും ആകുമ്പോൾ BU കണക്ടറുമായി റെഡിനോട് ചേർന്ന് കണക്ട് ചെയ്യാം. ബാലറ്റ് യൂണിറ്റിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാം. ഇതാണ് ബാലറ്റിംഗ് യൂണിറ്റ്. സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബട്ടണുകൾ ഉള്ള ഇവിടെയാണ്. ഇതൊരു ഗ്ലാസ് ഡോറാണ്. ഈ ഗ്ലാസ് ഡോറിന്റെ ഉള്ളിലാണ് നമ്മൾ ബാലറ്റ് പേപ്പർ ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെ ബാലറ്റ് പേപ്പർ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഈ ബാലറ്റ് യൂണിറ്റ് ഓപ്പൺ ചെയ്യണം. അതിന്റെ മുകളിലും താഴെയുമായി ഈ ബ്ലൂ കളറിലുള്ള ചെറിയ ഒരു കവറിങ് തുറന്ന് കഴിഞ്ഞാൽ ഈ ബാലറ്റ് യൂണിറ്റ് ഇത്തരത്തിൽ നമ്മുടെ ടേബിളിൽ വെച്ച് ഈ കളറിലുള്ള ഈ ചെറിയ ഇന്നർ പോർഷനിലുള്ള ഭാഗത്ത് ഈ 2 വിരലുകൾ വെച്ച് നമ്മുടെ ഭാഗത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇത് തുറന്നു വരും. ഈ ബാലറ്റ് യൂണിറ്റിന്റെ ഡോറ് തുറന്നു വരും. ബാലറ്റ് യൂണിറ്റിന്റെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ബാലറ്റ് പേപ്പർ ഫിക്സ് ചെയ്യേണ്ട ഈ ഗ്ലാസ് ഡോറ് തുറക്കണം. അതിനുവേണ്ടി ഇത്തരത്തിൽ ഈ ഡോർ തുറന്നു വെച്ചുകൊണ്ട് ഈ ബാലറ്റ് യൂണിറ്റിന്റെ ഈ 2 ഭാഗങ്ങളിലുമുള്ള ഗ്ലാസിന്റെ ഈ ലാച്ചുകൾ പുറത്തോട്ട് തള്ളണം. അകത്തോട്ട് വലിച്ചുകൊണ്ട് പുറത്തോട്ട് തള്ളിക്കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ഡോറ് നമുക്കിങ്ങനെ തുറന്നെടുക്കാം. തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ടേബിൾ ഏത് വാർഡിന്റെ ബാലറ്റാണ് നമുക്ക് ഫിക്സ് ചെയ്യേണ്ടത്, ആ ബാലറ്റ് നമുക്ക് ROയിൽ നിന്നും ലഭിക്കണം. നമ്മുടെ ടേബിളിലേക്ക് റിട്ടേണിംഗ് ഓഫീസർ ബാലറ്റ് പേപ്പറിന്റെ ബാക്ക് സൈഡിൽ ഒപ്പ് അല്ലെങ്കിൽ സീല് രേഖപ്പെടുത്തി ആ വാർഡിലേക്ക് നമുക്ക് തന്നു കഴിയുമ്പോൾ ഈ ഭാഗത്ത് ബാലറ്റ് പേപ്പർ നമ്മൾ വെക്കണം. എക്സാമ്പിൾ കാണിക്കാൻ നമുക്ക് ബാലറ്റ് പേപ്പർ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇവിടെ അങ്ങ് വെച്ചാൽ മതി. ഇത്രയും നീളത്തിലായിരിക്കും ബാലറ്റ് പേപ്പർ ഉണ്ടാവുക.
ആ ബാലറ്റ് പേപ്പർ ഇവിടെ നമുക്ക് ഫിക്സ് ചെയ്യാം. ഈ ബാലറ്റ് പേപ്പറിൽ ഓരോ സ്ഥാനാർത്ഥിയുടെയും പേരിനും ചിഹ്നത്തിനും ഇടയ്ക്കായി ഒരു ചെറിയൊരു വര കടന്നു പോകും, ഒരു സെപ്പറേഷൻ ലൈൻ. ആ സെപ്പറേഷൻ ലൈനും ഇവിടെ കാണുന്ന ഈ ഓരോ കാൻഡിഡേറ്റ്സിൻ്റെയും കീയുടെ ഇടയ്ക്ക് കാണുന്ന ഈ ലൈനും തമ്മിൽ ചേർന്ന് നിൽക്കത്തക്ക നിലയിലായിരിക്കണം നമ്മൾ ബാലറ്റ് പേപ്പർ ഫിക്സ് ചെയ്യേണ്ടത്. ബാലറ്റ് പേപ്പർ നമ്മൾ പേപ്പർ ആയതുകൊണ്ട് ഇവിടെ വെക്കുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഡിസ്ലൊക്കേഷൻ സംഭവിക്കാം. ചിലപ്പോൾ അല്പം നീളം കൂടുതലാണ് എങ്കിൽ ഈ ലൈനുകൾ ക്രമീകരിച്ചുകൊണ്ട് താഴെയും മുകളിലും അല്പം മടക്കി വെച്ച് കഴിഞ്ഞ് നമ്മളൊന്ന് ടച്ച് ചെയ്തുകൊണ്ട് ഈ ഡോറ് വന്ന് അടച്ചു കഴിഞ്ഞാൽ അത് ആ ഡോറ് അടയുന്ന സമയം വരെയും ഈ ബാലറ്റ് പേപ്പർ തെന്നി മാറാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് ഫിക്സായി ഇരുന്നുകൊള്ളും. കാരണം ഈ ഗ്ലാസ് ഡോറിൽ ഇവിടെയും ഇവിടെയും മുകളിൽ രണ്ട് വശത്തും രണ്ട് ഷാർപ്പായിട്ടുള്ള 4 പിന്നുകളുണ്ട്. ഈ പിന്നുകൾ ഈ ബാലറ്റ് പേപ്പറിലേക്ക് വന്ന് പിയേഴ്സ് ചെയ്ത് കുത്തിയ ഉള്ളിലോട്ട് കയറി അത് ഫിക്സ് ആയിട്ട് എന്നാൽ കീറിപ്പോവുകയോ ഡിസ്ലൊക്കേഷൻ സംഭവിക്കുകയോ ചെയ്യാതെ അവിടെ ഇരുന്നു കൊടുക്കും. ബാലറ്റ് പേപ്പർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സമയം തന്നെ ചെയ്യാൻ നമ്മൾ ജോലി വേഗം തീർക്കുന്നതിന് വേണ്ടി ഒരു സീലിംഗ് ഉണ്ട്. ആ സീലിംഗ് ഇവിടം മുതൽ ഇവിടം വരെ തൊഴിൽ നൂല് കടത്തിയിട്ട്, ഓർക്കുന്നുണ്ടല്ലോ നമ്മൾ മുൻപ് ചെയ്തത്, ആ തൊഴിൽ നൂല് കടത്തിവിട്ട് മധ്യത്തിലായി കൊണ്ട് അത് 2 കെട്ട് കെട്ടി നമുക്ക് ബാലറ്റ് യൂണിറ്റിലേക്ക് തരുന്ന അഡ്രസ് ടാഗ് വേണ്ട രേഖപ്പെടുത്തലുകൾ വരുത്തി ആ അഡ്രസ് ടാഗ് ആ കെട്ടിൽ ആ ടോയിനിൽ വീണ്ടും കെട്ടി ആ കെട്ടിൽ വാക്സ് ഉരുക്കി ഒഴിച്ച് മെറ്റൽ സീൽ കൊണ്ട് സീൽ ചെയ്യണം. മെറ്റൽ സീൽ കൊണ്ട് സീൽ ചെയ്യുമ്പോൾ വെള്ളത്തിൽ മുക്കിയിട്ട് സീൽ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ആ സീൽ പെട്ടെന്ന് വിട്ടുവരും. ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് അവിടെ പിടിച്ചിരിക്കും ആ വാക്സിൽ. അങ്ങനെ 1ാമത്തെ സീല് നമ്മളിവിടെ നടത്തിയിരിക്കണം. അതോടൊപ്പം തന്നെ ഇനി ഇപ്പുറത്ത് കാൻഡിഡേറ്റ് ബട്ടണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ബട്ടണിന്റെ മുകളിലായി ഈ വൈറ്റ് കളറിലെ ഒരു പാനൽ, സ്ലൈഡ് പാനൽ എന്ന് പറയുന്ന ഒരു പാനൽ ഉണ്ട്. എല്ലാവർക്കും കാണാമല്ലോ അല്ലേ? ഈ സ്ലൈഡ് പാനൽ 1, 2, 3, 4 എന്ന പൊസിഷനിലോട്ട് മാറ്റാം. നമുക്ക് ഇവിടെ 16 സ്ഥാനാർത്ഥികൾ വരെ ഉള്ളൂ എങ്കിൽ ഒരൊറ്റ ബാലറ്റ് യൂണിറ്റ് മാത്രം ഉപയോഗിച്ചാൽ മതി. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ സ്ലൈഡ് പാനൽ എപ്പോഴും 1ലായിരിക്കണം വെക്കേണ്ടത്. അപ്പോൾ ഇത് 1ലാണോ എന്ന് നോക്കണം. കാരണം നമ്മളിത് കണക്ട് ചെയ്ത് കാൻഡിഡേറ്റ് സെറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇൻവാലിഡ് എന്നൊക്കെയുള്ള മെസ്സേജ് വരാൻ സാധ്യതയുണ്ട് ഇത് 1ലല്ല എങ്കിൽ. അപ്പോൾ 1ൽ ആകത്തക്ക നിലയിൽ വെച്ചുകൊണ്ട് നമ്മുടെ ആ വാർഡിൽ ഓരോ വാർഡിലും വ്യത്യസ്തമാണ്, ഓരോ റൗണ്ടിലും വ്യത്യസ്തമായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ സ്ഥാനാർത്ഥികളുടെ എണ്ണം എത്രയാണ് എന്ന് ആ ബാലറ്റ് പേപ്പറിൽ നമുക്ക് തന്നിരിക്കുന്ന ബാലറ്റ് പേപ്പർ നോക്കിയിട്ട് 5 സ്ഥാനാർത്ഥികളാണ് ഉള്ളത് എങ്കിൽ 5 കാൻഡിഡേറ്റ്സ് ബട്ടണുകൾ എന്ത് ചെയ്യണം? അൺമാസ്ക് ചെയ്യണം. ഇപ്പം മാസ്കിൽ ഇരിക്കുവാണല്ലോ, ഇത് അൺമാസ്ക് ചെയ്യണം. 1, 2, 3, 4, 5. അപ്പോൾ 5 എണ്ണം അൺമാസ്ക് ചെയ്യും. അപ്പോൾ എത്ര സ്ഥാനാർത്ഥികളുണ്ടോ അത്രയും സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിനനുസൃതമായിട്ട് നമ്മൾ ഇതാണ് നമ്മൾ ഇവിടെ ചെയ്യാനുള്ളത്. ഇതുകൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബാലറ്റ് യൂണിറ്റ് അടയ്ക്കാം. അടയുമ്പോൾ ഒരു ലോക്ക് വീണുകൊണ്ട് അടയുന്നത് കാണാം. അടഞ്ഞു കഴിഞ്ഞാൽ ഈ മുകൾ ഭാഗത്തും കാണാമല്ലോ, ഈ മുകൾ ഭാഗത്തും ഈ താഴ്ഭാഗത്തും തൊഴിലുകൾ ഉപയോഗിച്ച് കെട്ടുകയും ഇതുപോലുള്ള ബാലറ്റ് യൂണിറ്റിന് വേണ്ടി തന്നിട്ടുള്ള അഡ്രസ് ടാഗുകൾ അതിനോട് കെട്ടി വാക്സ് ഉരുക്കി ഒഴിച്ച് സീൽ ചെയ്യുകയും ഈ ബാലറ്റ് യൂണിറ്റിന്റെ വിഷയത്തിൽ ഇവിടെ ഒരു വിഷയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിങ്ങനെ കെട്ടിവെക്കുകയാണ് എങ്കിൽ പെട്ടിയിൽ വെക്കുമ്പോഴൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ടോയ് നൂല് കൂടുതൽ ഇട്ടുകൊണ്ട് ഇവിടെ 2 കെട്ട് കെട്ടുകയും ആ നൂല് ഈ സൈഡിലൂടെ താഴേക്ക് വലിച്ചെടുക്കുകയും പിന്നീട് ഒരു കെട്ട് കെട്ടിയതിന് ശേഷം ഈ അഡ്രസ് ടാഗ് കെട്ടി അതിൽ വാക്സ് ഉരുക്കി ഒഴിച്ച്
ഇവിടെ സെലോ ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് പേസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരുന്നോളും. അങ്ങനെ മുകളിലും താഴെയും ഈ ടോയ് ഉപയോഗിച്ച് അഡ്രസ് ടാഗ് ഉപയോഗിച്ച് സീൽ ചെയ്യും. സീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാലറ്റ് യൂണിറ്റിന്റെ സീലിംഗ് ഏതാണ്ട് പൂർത്തിയായി.